CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. മനസ്സിലും മുറ്റത്തും പൂക്കളം തീർത്ത് മലയാളികൾക്കിന്ന് പൊന്നോണം. തിരുവോണദിനത്തിൽ ആഘോഷത്തിന്റെ നിറവിൽ നാടും നഗരവും. തിരുവോണദിനത്തിൽ ഗുരുവായൂർ ക്ഷേത്രദർശനത്തിനായി 10,000 പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ ഓണപ്പുടവ സമർപ്പണവും വിശേഷാൽ കാഴ്ചശിവേലിയും മേളവുമുണ്ടായി. കാലാതീതമായ ദർശനങ്ങളിലൂടെ വഴികാട്ടിയ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയുടെ സ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ നബിദിനം ആഘോഷിക്കുന്നു. നവോത്ഥാനത്തിന്റെ വെളിച്ചം പകർന്ന പ്രവാചകന്റെ 1500-ാം ജന്മവാർഷിക ദിനമാണെന്ന സവിശേഷതയും ഇക്കുറിയുണ്ട്. പൊന്നോണവും മീലാദും ഒന്നിച്ചെത്തിയ ദിനത്തിൽ മതസൗഹാർദ്ദത്തിന്റെ സന്ദേശവുമായി ക്ഷേത്രഭരണസമിതി ഒറ്റപ്പിലാവിൽ നടന്ന നബിദിന റാലിയെ പാലട പ്രഥമനടക്കം വിളമ്പിയാണ് പൊതിയഞ്ചേരിക്കാവ് ക്ഷേത്ര കമ്മിറ്റി സ്വീകരിച്ചത്. തിരുവോണദിനത്തിൽ കുന്നുംകുളം നഗരസഭയ്ക്ക് മുന്നിൽ സാമൂഹ്യ പ്രവർത്തകൻ സുഭാഷിന്റെ ഏകാംഗ നിരാഹാര സത്യാഗ്രഹം. ലഹരിമരുന്നുപയോഗം വ്യാപകമാകുന്നതിലും 17, 18, 19, 24 വാർഡുകളിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിലും പ്രതിഷേധിച്ചായിരുന്നു നിരാഹാര സമരം. കുന്നുംകുളത്തെ കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് തിരുവോണനാളിൽ വേറിട്ട പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്. തൃശൂർ DIG ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ പ്രവർത്തകർ കുറ്റാരോപിതരായ പോലീസുകാർക്ക് പ്രതീകാത്മകമായി കൊലച്ചോർ വിളമ്പിയായിരുന്നു പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ അകാരണമായി കുന്നംകുളം പോലീസ് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് മണലൂർ നിയോജകമണ്ഡലം കമ്മിറ്റി കേച്ചേരിയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. പാറേമ്പാടം സെന്റ് ആന്റണീസ് കത്തോലിക്ക ദൈവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ നാമധേയത്തിലുള്ള പുതിയ കപ്പേളയുടെ ആശീർവാദം നടന്നു. അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നിലങ്കാവിൽ ആശീർവാദം നിർവഹിച്ചു. വാഗ ജുമാ മസ്ജിദ് കമ്മിറ്റിയും അൻസാറുൽ മുസ്ലിം സംഘവും സംയുക്തമായി സ്വലാത്തിന്റെ വാർഷികവും പ്രഭാഷണവും സംഘടിപ്പിച്ചു. ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിൽ CLCയുടെ നേതൃത്വത്തിൽ മദർ തെരേസ അനുസ്മരണ ദിനം ആചരിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.